നാളെ ഒരു രാത്രി കൂടി മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. അതിനു മുമ്പ് താൻ എന്തെങ്കിലും ചെയ്തേ ഒക്കൂ. എനിക്ക് മനസ്സിലാകാനിട്ട് ചോദിക്കുക, ഞാൻ ആരാ? തന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടറോ അതോ വാടക കൊലയാളിയോ? വേണ്ടാത്ത പുലിവാലൊന്നും പിടിക്കാൻ എനിക്ക് വയ്യ. താൻ എന്താ വലിയ മായനാകാൻ ശ്രമിക്കുകയാണോ? താൻ പറഞ്ഞതനുസരിച്ച് ഞാനൊരു അറ്റംപ്റ്റ് നടത്തിയതല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? താനതങ്ങ് വിട്ടുകളാ. വിടില്ല ഞാൻ. എനിക്ക് തടസ്സമാവുന്ന ഒന്നിനെയും ഞാൻ വിടില്ല. വെറും MBBS ആയ തന്റെ FRCS ലണ്ടൻ സർട്ടിഫിക്കറ്റ് കണ്ണുമടച്ച് വിശ്വസിച്ച് ഭാരിച്ച ശമ്പളവും തന്ന് അവിടെ പ്രദർശിച്ചിരിക്കുന്നതേ ഞാൻ പറയുന്നത് കൂടി അനുസരിക്കാൻ വേണ്ടിയാ. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ തന്നെ അകത്താക്കണമെങ്കിൽ ഒന്ന് ഫോൺ കറക്കേണ്ട ആയാസം മാത്രമേ എനിക്കുള്ളൂ. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വർമ്മ തന്നെ പറയും. ഏതായാലും അധികം തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നാളെ ഞാൻ അയക്കുന്ന ഒരു പേഷ്യന്റ് തന്റെ അടുത്ത് വരും. അവനെ റാഫേലിന്റെ റൂമിനടുത്ത് തന്നെ അഡ്മിറ്റ് ചെയ്യണം. Yes, come in. വർമ്മ സാറ് പറഞ്ഞയച്ച പേഷ്യന്റാ. Admit 212. Okay, doctor. ഇതാണ് മുറി. നിങ്ങൾ പോയിക്കോ, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ശരി. കാർലോസ് ചേട്ടനെ സുബ്ബലക്ഷ്മി മാഡം വിളിക്കുന്നു. അയ്യോ, ചേട്ടൻ വീട്ടിൽ പോയിരിക്കാണല്ലോ. എന്നാ അയമുട്ടി ചെല്ല്, എന്തോ അത്യാവശ്യ കാര്യത്തിനാ. സിസ്റ്റർ, സുബ്ബലക്ഷ്മി മാഡം മാഡം മുറിയിലില്ല. അവര് മുറിയിൽ തന്നെ ഉണ്ടാവണോ? നിങ്ങൾക്ക് എന്താ നിർബന്ധം? അതുകൊണ്ടല്ല, മാഡത്തിന് കാർലോസ് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അവര് വീട്ടിൽ പോയിട്ട് മണിക്കൂർ 2 കാർലോസിനെ ഗീർലോസിനെ വീട്ടിൽ ചെന്ന് കാണാൻ പറ. സാർവത്ര സംശയം അയ്യാക്ക്.
പറയടാ, ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? പറയാൻ. ഇവിടുത്തെ വർമ്മ സാറ്. ഇല്ല അപ്പച്ച, അയമുട്ടിക്ക വരാതെ ഞാൻ കച്ചേരിക്ക് പുറപ്പെടില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോനെ. 7 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞ് നോട്ടീസ് പഠിച്ച് പരസ്യം ചെയ്ത് കമ്മിറ്റിക്കാർ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് നേരെ എത്രയെന്ന് അറിയോ? വാ മോനെ. അത് ശരിയാവില്ല അപ്പച്ച. കച്ചേരി നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തത് അയമുട്ടിക്കല്ലേ? ഇക്കയില്ലാതെ എടങ്ങേറായല്ലോ. ഡോക്ടർമ്മ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ. റാഫേൽ വിഷമിക്കണ്ട, അയാളെ വിട്ടയക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. മതിയല്ലോ. എന്നിട്ടും മുഖത്തൊരു തെളിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ പൊയ്ക്കോ. ആയിമൂട്ടിനെ കൂട്ടി ഞാൻ പ്രോഗ്രാം എത്തിക്കൊള്ളാം. ആ ചെല്ല് റാഫേൽ. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് അയ്മുട്ടി അവിടെ ഉണ്ടാവും. ഡോക്ടർമ്മ വെക്കോളൂ, വെക്കോളൂ. മാഡം, ഹോസ്പിറ്റലിൽ അടിയും പിടിയും നടത്തി ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ മറ്റു പേഷ്യൻസിന്റെ മുറി കയറി മോഷണം വരെ നടത്താറുണ്ടെന്നാ വർമ്മ സാർ പറഞ്ഞത്. ആ ഏതായാലും ഒരു തവണത്തേക്ക് അയാളോട് അല്പം ദയ കാണിച്ചേക്ക്. അല്ല മാഡം, ഒരു കാരണവശാലും അയാളെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് വർമ്മ സാർ ഞങ്ങളോട്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ മൈ വേർഡ് ഈസ് ഫൈനൽ. എനിക്ക് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. അയാളെ ഉടനെ നിങ്ങൾ വിട്ടയച്ചിരിക്കണം. ഓക്കെ മാഡം. മതിയടോ, അവനെ വിട്ടേക്ക്. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ, സമാധാനായി. ഇപ്പോഴെങ്കിലും വിളിച്ചു പറയാൻ തോന്നിയതിന് നന്ദിയുണ്ട്. അല്പക്കൂടി വൈകിരുന്നെങ്കിൽ പോലീസിനോട് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നേനെ. എനിക്ക് തല്ലുകുറെ കൊള്ളേണ്ടി വന്നെങ്കിലും ഡോക്ടറുടെ ഭർത്താവിന്റെ ഇമേജിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. നീ എന്തുട്ടടാ ഈ ഡോക്ടറിനോട് പറമേ? ആശുപത്രിയിൽ കുഴപ്പമുണ്ടാക്കിയാ പോലീസ് പിടിക്കും. എന്നെ പിടിച്ചറിയില്ല നിനക്ക്. ഞാൻ നേരിട്ടത് മറ്റാരെയല്ല, റാഫേലിനെ വകവരുത്താൻ വന്നവനെയാണ്. അവനെ ഇങ്ങോട്ട് അയച്ചത് റെസ്പെക്ടഡ് മാഡം ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ ഭർത്താവാണ്. അനാവശ്യം പറയരുത്. ഡോക്ടർക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും, പക്ഷെ സത്യം അതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അത് അറിഞ്ഞേ തീരൂ. പ്രസവിച്ചുവെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ പോയൊരമ്മ, ദൈവം കൊടുത്ത നിധി പോലെ നാളിതുവരെ അവനെ കാത്തു സൂക്ഷിച്ച ഒരു വളർത്തച്ഛൻ. അവരുടെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വർമ്മ സാർ കച്ചേരി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. രണ്ടും കൽപ്പിച്ചാണ് പോയിരിക്കുന്നത്. റാഫേലിന്റെ കാര്യം കാർലോസ്, കാർലോസ്.
എന്താ ഇവിടെ നിർത്തിയത്? കാർലോസ് ചേട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞില്ല. ആ. അതിനു മുമ്പ് എല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി ഒരു കട ഉദ്ഘാടനം ചെയ്തു തരണം. ദാ ഇതാണ് കട. ഇതാ ഞാൻ കശാപ്പ് നിർത്തിട്ടോ. എന്റെ മോൻ ഇഷ്ടമില്ലാത്ത ഒന്നും അപ്പച്ചി ഇനി ചെയ്യൂല.